നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജീഷ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ഒരു SSL സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അതേ വെബ്സൈറ്റിലോട്ട് തന്നെയാണ് SSL സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്കിപ്പോൾ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണാൻ സാധിക്കും. അതായത് ഡൊമൈൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞാൽ ഇതേപോലൊരു മെസ്സേജ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ യുവർ കണക്ഷൻ ടു ദിസ് സൈറ്റ് ഈസ് നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ നമുക്കിതെങ്ങനെ സെക്യൂർ ആക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് 0SSL എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യം വരുന്ന ഡൊമൈൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ 0SSL.com എന്ന് പറഞ്ഞൊരു സൈറ്റിലേക്ക് വരും. അവിടെ ടോപ്പിലായിട്ട് ഗെറ്റ് ഫ്രീ SSL എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൈനപ്പ് ചെയ്യാനുള്ളൊരു വിൻഡോ വരും. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത വരുന്ന വിൻഡോയിൽ താഴെയായിട്ട് ന്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ന്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് HTTP ഒന്നും വേണ്ട, ജസ്റ്റ് ഡൊമൈനിൻ്റെ നെയിം മാത്രം മതി. അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം SSLൻ്റെ വാലിഡിറ്റി അവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കാൻ ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെ ഇപ്പോൾ 1 year സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഡീഫോൾട്ടായിട്ട് കിടക്കുക. അത് പ്രോ വേർഷൻ ആയിരിക്കും, കാരണം അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് 90 days സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്യാം. അതായത് 90 days വരെ നമുക്ക് ഫ്രീ ആയിട്ട് SSL കിട്ടും. അപ്പോൾ ഞാൻ ഇവിടുന്ന് 90 days സർട്ടിഫിക്കറ്റാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത ടാബിൽ CSR ആൻഡ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇപ്പം ഓട്ടോ ജനറേറ്റ് CSR എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എനേബിൾ ആയി കിടക്കുകയാണ്. അതിപ്പം എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഫൈനലൈസ് യുവർ ഓർഡർ എന്ന് പറഞ്ഞൊരു ടാബിൻ്റെ അണ്ടറിൽ കുറച്ച് പ്ലാനുകൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു ഫ്രീ ആയിട്ടുള്ള പ്ലാനാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം വരുന്ന വിൻഡോയിൽ വെരിഫിക്കേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ വെരിഫിക്കേഷൻ, DNS ആൻഡ് HTTP ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ഉണ്ട്. ഞാൻ അടുത്തത് DNS എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ DNS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും 2 റെക്കോർഡ്സ്, സീനിയം റെക്കോർഡും ഒരു 0.2 എന്ന് പറഞ്ഞൊരു റെക്കോർഡും അവിടെ ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ cPanel ഈ സീനിയം റെക്കോർഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ cPanel ലോഗിൻ ചെയ്യുകയാണ്. cPanel ലോഗിൻ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അഡ്വാൻസ്ഡിൻ്റെ അണ്ടറിൽ DNS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സീനിയം റെക്കോർഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം സീനിയം റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോയിലേക്ക് നിങ്ങൾ വരും. അവിടെ നിങ്ങളുടെ സീനിയം റെക്കോർഡും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അവിടെ നിന്ന് സീനിയം റെക്കോർഡ് കോപ്പി ചെയ്യുക. സീനിയം റെക്കോർഡ് കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഡൊമൈൻ വേണ്ട. അതായത് ഇപ്പം ഡൊമൈനിന് മുമ്പുള്ള റെക്കോർഡ് വരെ കോപ്പി ചെയ്താൽ മതി. ഡൊമൈൻ ഇല്ലാണ്ട് ആ റെക്കോർഡ് മാത്രം കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ റെക്കോർഡ് നെയിമിൻ്റെ അവിടെ സീനിയം റെക്കോർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടുത്ത റെക്കോർഡ് 0.2 എന്നുള്ള റെക്കോർഡ് കോപ്പി ചെയ്തതിന് ശേഷം അവിടെ ഡെസ്റ്റിനേഷൻ്റെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് 0SSL വന്നിട്ട് വെരിഫൈ ഡൊമൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കൺഗ്രാജുലേഷൻസ്, യുവർ ഡൊമൈൻ ഹാസ് ബീൻ വെരിഫൈഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് കാണാൻ സാധിക്കും. അത് കുറച്ച് ടൈം എടുക്കും. എനിക്ക് ഒരു 24 hours എടുത്തു. ചിലപ്പോൾ അത് എളുപ്പം തന്നെ കംപ്ലീറ്റ് ആവും. ഞാനിത് വീഡിയോ ചെയ്യുന്ന അന്ന് തന്നെ എനിക്കിത് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും യുവർ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ ഇഷ്യൂഡ് ആൻഡ് ഈസ് റെഡി ഫോർ ഇൻസ്റ്റാളേഷൻ. ടു കണ്ടിന്യൂ പ്ലീസ് ഫോളോ ദ ഫോളോയിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അവിടെ സെർവർ ടൈപ്പ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഡീഫോൾട്ട് ഫോർമാറ്റാണ് കിടക്കുന്നത്. ഞാനത് ചേഞ്ച് ചെയ്തിട്ട് cPanel എന്നുള്ളൊരു ഫോർമാറ്റ് അതിന് ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവും ഒരു സിപ്പ് ഫയലായിട്ട്. ആ സിപ്പ് ഫയൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 2 ഫയൽസ് ഉണ്ടാവും. അതിനകത്ത് നിന്ന് certificate.crt എന്നുള്ള ഫയലാണ് നമുക്ക് വേണ്ടത്. അതൊരു നോട്ട് പാഡിലേക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് കോപ്പി ചെയ്യുക.
എന്നിട്ട് വീണ്ടും നമ്മുടെ സി പാനലിലേക്ക് പോവുക. സി പാനലിൽ പോയിട്ട് TLS ഓർ SSL എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ഡൊമെയിൻ കാണാൻ സാധിക്കും. ഡൊമെയിൻ്റെ റൈറ്റ് സൈഡിലുള്ള കോൺഫിഗർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാനുള്ളൊരു ഫീൽഡ് കാണും. അതിപ്പോൾ empty ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അവിടേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 0SSL പോയിട്ട് ചെക്ക് ഇൻസ്റ്റാളേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ഇവിടെ ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത് ചെക്ക് ഇൻസ്റ്റാളേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ. അത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൊമെയിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പം ഞാനിപ്പോൾ HTTPS എന്ന് പറഞ്ഞ് PS ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഡൊമെയിൻ്റെ കൂടെ. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ സെക്യൂർ ആണ് നമ്മുടെ വെബ്സൈറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും, കണക്ഷൻ ഈസ് സെക്യൂർ എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ? അതായത് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡൊമെയിൻ്റെ നെയിം മാത്രം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് HTTPSലേക്ക് പോകത്തില്ല, റീഡയറക്റ്റായിട്ട് HTTPSലേക്ക് പോകത്തില്ല. HTTPയിൽ തന്നെയാണ് ഇപ്പോഴും ലോഡാവുന്നത്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സി പാനലിൽ പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ സോഫ്റ്റ് അക്യുലസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ വേഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ അവിടെ കാണാൻ സാധിക്കും. അവിടുന്ന് നിങ്ങളുടെ വേഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ഡൊമെയിനിൻ്റെ നേരെ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വേഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ വന്നിട്ട് അത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇപ്പം URL HTTPയിലാണ് നിങ്ങളുടെ URL കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് HTTPSലേക്ക് ചേഞ്ച് ആയി കൊടുക്കുക. അത് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി വെബ്സൈറ്റ് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോഴും നമുക്ക് സെയിം ഇഷ്യൂ ഉണ്ട്. ഇതിനായിട്ട് നമുക്കിപ്പോൾ നമ്മൾ അഡ്മിൻ സൈഡിലേക്ക് ലോഗിൻ ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സിൻ്റെ അണ്ടറിൽ നിന്ന് ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വേഡ്പ്രസ് അഡ്രസ് URL HTTPയിലാണ് ഇപ്പോഴും കിടക്കുക. അത് നമുക്ക് PSലേക്ക് ചേഞ്ച് കൊടുക്കാം. അതേപോലെ തന്നെ സൈറ്റ് അഡ്രസ് URLും HTTPSലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ചേഞ്ചസുള്ള താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഗൗട്ട് ആവും, നമ്മൾ ഡാഷ്ബോർഡിൽ നിന്ന് ലോഗൗട്ട് ആയി പോവും. അപ്പോൾ ലോഗൗട്ട് ആവുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം SSL വന്നിട്ടുണ്ട്. ഇപ്പം റീഡയറക്റ്റായ HTTPSൽ തന്നെയാണ് ഇപ്പോൾ ലോഡാവുന്നത്. നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. കണ്ടില്ലേ, ഇതിപ്പം HTTPSൽ തന്നെയാണ് ലോഡാവുന്നത്. നമുക്ക് ഈ ഡൊമെയിൻ മാത്രമായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഡൊമെയിൻ മാത്രമായിട്ട് കോപ്പി ചെയ്ത് നമുക്കൊരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് HTTPS തന്നെ നമ്മുടെ സൈറ്റിൽ ലോഡായി വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ SSL ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.